എല്ലാവർക്കും ലിബോഷ്യ അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ബേസിക് ഓഫ് ജോഗ്രഫി എന്ന് പറയുന്ന ഏരിയയിലെ സ്ട്രക്ചർ ഓഫ് എർത്ത് അല്ലെങ്കിൽ എർത്തിൻ്റെ ഘടനയെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് മേജറായിട്ട് നോക്കുന്നത് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് എർത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ ആന്തരിക ഘടനയെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഭൂമിയുടെ ആകൃതി എന്താണെന്നും ഭൂമിയുടെ കുറച്ച് സവിശേഷതകളെ പറ്റി നമ്മൾ എന്ത് ചെയ്യും ആദ്യം ഒന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ആകൃതി എന്താണ്? കറക്റ്റ് ഒരു വൃത്താകൃതിയാണോ? അല്ല. ഭൂമിയുടെ ആകൃതി എന്തല്ല? കറക്റ്റ് ഒരു വൃത്താകൃതി അല്ല. ഭൂമിയുടെ ആകൃതി നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് ജിയോയിഡ് എന്നാണ്. ഭൂമിയുടെ ആകൃതിയെ പറയുന്നത് എന്താണ്? ജിയോയിഡ് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഭൂമിയുടെ ആകൃതി എന്തെന്നാണ് പറയുന്നത്? ജിയോയിഡ്. അതായത് ഭൂമിയുടെ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യ രേഖയിൽ എന്താണത് കുറച്ച് എന്താണ് ബൾജ് ചെയ്താണ് ഇരിക്കുന്നത്. അതേസമയം നമ്മൾ പോള് നോക്കുമ്പോഴത്തേക്ക് പോളിൽ എന്താണ് കുറച്ച് ഫ്ലാറ്റൻഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, പരന്നല്ലേ ഇരിക്കുന്നത്. ഈ ഒരു ഷേപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ് എന്ന് വെച്ചാൽ ഇക്വേറ്ററിൽ കുറച്ച് എന്ത് ചെയ്ത് ബൾജ് ചെയ്ത് തള്ളിയാണ് ഇരിക്കുന്നത്. അതേസമയം പോളിലേക്ക് വരുമ്പോഴത്തേക്ക് അതെന്താണ് കുറച്ച് ഫ്ലാറ്റൻഡ് ആയിട്ടാണ് പരന്നായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഷേപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ജിയോയിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭൂമിയുടെ ഈ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഭൂമിയുടെ ഏകദേശം ഒരു റേഡിയസ് എന്ന് പറയുന്നത് ഏകദേശം 6371 കിലോമീറ്ററാണ്. എത്രയാണ്? 6371 കിലോമീറ്റർ. നമ്മളൊരു 6400 എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 6.4 കിലോമീറ്റർ എടുത്താണ് എന്ത് ചെയ്യുന്നത് നമ്മൾ +2 ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുന്നത്. കറക്റ്റായിട്ട് PSC ചോദിച്ചാൽ എത്രയായിരിക്കും? 6370 അല്ലെങ്കിൽ 71 എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂമിയുടെ കുറച്ച് സവിശേഷതകളെ പറ്റിയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്തോറും എന്താണ് ചൂട് കൂടുന്നതായിട്ട് നിങ്ങൾക്കറിയാം അല്ലേ? ഭൂമി പണ്ടെന്തായിരുന്നു? ചുട്ടുപഴുത്തൊരു ഗോളമായിരുന്നു. അത് പിന്നെ പയ്യെ സാവധാനത്തിൽ തണുത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ ഉൾഭാഗം എന്താണ്? നല്ല ചൂടുള്ളൊരു ഏരിയ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഭൂമിയുടെ ഇന്നർമോസ്റ്റ് പാർട്ടിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? ടെമ്പറേച്ചർ എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അതേ കണക്ക് തന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഡെൻസിറ്റി അതായത് സാന്ദ്രതയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രഷറും ഉള്ളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും പ്രഷറിന് എന്ത് പറ്റും? മർദ്ദത്തിന് എന്ത് പറ്റും? അതുപോലെ തന്നെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയ്ക്ക് എന്ത് പറ്റും? അതേ കണക്ക് തന്നെ ഉള്ളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചറിന് എന്ത് പറ്റും? ഈ 3 കാര്യം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതെന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്. പ്രഷറിന് എന്ത് വേരിയേഷനാണ് ഉണ്ടാകുന്നത്, ഡെൻസിറ്റിക്ക് എന്ത് വേരിയേഷനാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ടെമ്പറേച്ചറിന് എന്ത് വേരിയേഷനാണ് ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിക്കാം. അതെന്ത് ചെയ്യുക? ഒന്ന് കറക്റ്റ് അറിഞ്ഞു വയ്ക്കുക. ഇത് 3ഉം ഉള്ളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുകയാണ്? കൂടുന്നതായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത കറക്റ്റ് നമ്മൾ ഇതിൻ്റെ ഭൂമിയുടെ ആന്തരിക ഘടനയെപ്പറ്റി പഠിക്കാൻ പോവുകയാണ്. ഭൂമിയുടെ ആന്തരിക ഘടനയെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മേജറായിട്ട് അറിഞ്ഞു വയ്ക്കേണ്ടത് ഭൂമിയെ പ്രധാനമായിട്ടും 3 എന്ത് ചെയ്യുന്നത് തിരിച്ചിരിക്കുന്നത്. 3 പാർട്ടെന്ന് പറയുന്നത് ഭൂവൽക്കം, മാൻഡില്, കാമ്പ്, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എന്തെന്ന് പറയാം? ക്രസ്റ്റ്, മാൻഡില്, കോറ്. അപ്പോൾ ഭൂമിയെ പ്രധാനമായിട്ടും 3 തിരിക്കുന്നത്. ഭൂവൽക്കം, മാൻഡില്, കാമ്പ് അല്ലെങ്കിൽ ക്രസ്റ്റ്, മാൻഡില്, കോറ് ഇങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പടത്തിൽ തന്നെ കാണാൻ പറ്റും. ഇതാണ് കൊടുത്തിരിക്കുന്നുണ്ട്. ഇതാണ് കാമ്പെന്ന് പറയുന്നത് അല്ലെങ്കിൽ കോറെന്ന് പറയുന്നത്. ഇതാണ് എന്ത് ചെയ്യുന്നത്? മാൻഡിലെന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ഏറ്റവും മുകളിലുള്ള ആ ഭാഗത്തെ എന്തെന്നും പറയും? ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കമെന്നും പറയും. നിങ്ങൾക്ക് അപ്പോൾ ഈ പടത്തിൽ നിന്ന് മനസ്സിലാവും ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? ഏറ്റവും കൂടുതലുള്ള ഭാഗം മാൻഡിലാണല്ലേ?
ഈ ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതലുള്ള, ഏകദേശം 84% എന്താണ്, മാൻഡിലാണ്. അതേ കണക്ക് തന്നെ ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അതിന് ശേഷം വരുന്നത് കാമ്പാണ്. കാമ്പ് ഏകദേശം 15%, അതേ കണക്ക് മാൻഡിൽ എന്ന് പറയുന്നത് 84%. ഏകദേശം ഒന്നിൽ താഴെ മാത്രമേ എന്തുള്ളൂ, ഭൂവൽക്കം ഉള്ളൂ. അത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം. ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്, ഭൂമിയെ മൂന്നായിട്ട് തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്, ഏറ്റവും കുറവുള്ള ഭാഗം ഏതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഭൂമിയെ അതിൻ്റെ ഭൂമിയുടെ ഭാഗങ്ങളെ അവയുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോഴത് കറക്റ്റായിട്ട് അറിഞ്ഞു വയ്ക്കുക. ഏകദേശം 84 to 85% മാൻഡിൽ, അതിനുശേഷം കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത് ഒരു 15 to 16% എന്ന് പറയും. അതേ കണക്ക് തന്നെ ഭൂവൽക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1%, അതിൽ താഴെ മാത്രമേ എന്തുള്ളൂ, ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗം ഉള്ളൂ. അത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോ പാർട്ടിനെ പറ്റി എന്ത് ചെയ്യാം, വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഭൂവൽക്കം അല്ലെങ്കിൽ എന്തെന്ന് പറയും, ക്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് ഏതെന്ന് പറയുന്നത്, ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത്. നോക്കൂ, ഈ ഒരു പടത്തിൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള ഭാഗം, അതായത് മനുഷ്യനൊക്കെ നിൽക്കുന്ന ആ ഒരു ഭാഗമില്ലേ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ മലകളും നദികളും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കാണപ്പെടുന്ന ഈ ഒരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത്, ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പുറമേയുള്ള പാളിയാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ മാസിൻ്റെ എത്ര പെർസെൻറ്റേജേ ഉള്ളൂ, 1% മാത്രമേ ഏതുള്ളൂ, ഈ ഭൂവൽക്കം എന്ന് പറയുന്ന പാർട്ടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ജീവൻ കാണപ്പെടുന്നു. അതേ കണക്ക് തന്നെ നമ്മൾ കാണപ്പെടുന്ന മലകൾ, അതുപോലെ തന്നെ നദികൾ, അവയെല്ലാം കാണപ്പെടുന്ന ഈ ഭൂവൽക്കത്തിൽ ആണ്. ഇനി ഈ ഭൂവൽക്കത്തെ ക്രസ്റ്റിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിക്കുന്നത്. വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും അറിയപ്പെടുന്ന രണ്ട് പാർട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്രസ്റ്റിനെ തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എന്തെന്ന് പറയാം, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്നും അതുപോലെ തന്നെ എന്താണ് ഓഷ്യാനിക് ക്രസ്റ്റ് എന്നുമായിട്ട് രണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവയെ തിരിക്കുന്നത്. ഇനി ഇവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഇവയുടെ കോമ്പോസിഷനെ പറ്റിയാണ്. വൻകര ഭൂവൽക്കം എന്താൽ നിർമ്മിതമാണ്, അല്ലെങ്കിൽ സമുദ്ര ഭൂവൽക്കം എന്താൽ നിർമ്മിതമാണ് എന്ന് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. വൻകര ഭൂവൽക്കം സിലിക്കണും അതുപോലെ തന്നെ അലൂമിനിയവും കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിതമായിരിക്കുന്നത്. സമുദ്ര ഭൂവൽക്കം എന്ന് പറയുന്നത് സിലിക്കണും മഗ്നീഷ്യവും കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ വൻകര ഭൂവൽക്കത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത്, സിയാൽ മീൻസ് SIAL, സിയാൽ എന്ന് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. സിമയെ SIMA, സിമ എന്നുമാണ് എഴുതുന്നത്. അല്ല, സിയ മീൻസ് SI മീൻസ് സിലിക്കൺ, AL മീൻസ് അലുമിനിയം. അതിനൊക്കെ SI, ഇവിടുത്തെ SI എന്ന് പറയുന്നത് സിലിക്കണും മഗ്നീഷ്യം ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കാൻ, സമുദ്ര ഭൂവൽക്കം അല്ലെങ്കിൽ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത് ഓഷൻ സമുദ്ര സീമ എന്നല്ലേ നമ്മൾ അറിയപ്പെടുന്ന ഓഷനെ. അപ്പോൾ സിമ എന്ന് പറയുന്നത് എന്താണ്, സമുദ്ര ഭൂവൽക്കം ആണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് വയ്ക്കാം. അതിൽ നിന്ന് നമുക്ക് സിയാൽ എന്ന് പറയുന്നത് എന്താണെന്നും വൻകര ഭൂവൽക്കം ആണെന്നും എന്ത് ചെയ്യാം, പഠിച്ചു വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. സിമ എന്ന് പറയുന്നത് എന്താണ്, സമുദ്രമാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മറ്റേ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, ആ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഇനി നമ്മൾ നോക്ക്, സമുദ്ര ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു പോയിന്റ് പഠിക്കുക. സമുദ്ര ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തേക്കാൾ എന്താണ്, സാന്ദ്രത കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും സാന്ദ്രത കൂടി വരുന്നെന്ന് പറഞ്ഞു. ആ ഒരു ഇതിൽ സമുദ്ര ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തേക്കാൾ എന്താണ്, സാന്ദ്രത കൂടുതലാണ്. ഇവിടെ നോക്കുക, എർത്തിൻ്റെ മുകൾ ഭാഗമാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്, മലയൊക്കെ ഉണ്ട്. ഇവിടെ ഈ സമുദ്രമാണെന്ന് വിചാരിച്ചാൽ ഈ സമുദ്ര ഭൂവൽക്കത്തിന് എന്താണ്, വൻകര ഭൂവൽക്കത്തേക്കാൾ കൂടുതലാണ്, സാന്ദ്രത കൂടുതലാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഭൂവൽക്കത്തിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.7 to 2.9
ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിയുക. ഈ ഒരു വേരിയേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സമുദ്ര ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തേക്കാൾ എന്ത് കൂടുതലാണ്? സാന്ദ്രത കൂടുതലാണ്. അത് പഠിച്ചു വയ്ക്കുക. അത് കണക്ക് തന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും, ഇന്നർ മോസ്റ്റ് പാർട്ടിലേക്ക് പോകുന്തോറും എന്ത് കൂടിക്കൂടി വരുന്നു? സാന്ദ്രത കൂടിക്കൂടി വരുന്നു എന്നും പഠിച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാൻഡിലിനെ പറ്റി, അടുത്ത പാർട്ടായിട്ടുള്ള മാൻഡിലിനെ പറ്റി. അപ്പോൾ നമ്മൾ ആദ്യം ഭൂവൽക്കത്തെ പറ്റി പറഞ്ഞു. ഭൂവൽക്കത്തെ പറ്റിയാണ് ആദ്യം പറഞ്ഞത്, അല്ലെങ്കിൽ ക്രസ്റ്റിനെ പറ്റി പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് മാൻഡിൽ? അതിനെ പറ്റിയാണ് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. നോക്ക്, മാൻഡിൽ രണ്ടാമത്തെ പാർട്ടാണല്ലേ. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ആദ്യം ക്രസ്റ്റ്, അത് കഴിഞ്ഞിട്ട് മാൻഡിൽ. അതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് പാർട്ട്. ഏറ്റവും വലിയ പാർട്ടാണ് എന്ന് പറയുന്നത് മാൻഡിൽ എന്ന് പറയുന്നത്. അത് ഏകദേശം എത്ര %ആണ്? 84 to 85% എന്താണ്? മാൻഡിലാണ്. ഏകദേശം അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറുമുള്ള അതിൻ്റെ ഒരു കനം എന്ന് പറയുന്നത് എത്രയാണ്? 2900 കിലോമീറ്ററാണ്. അതേ കണക്ക് തന്നെ ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ 67% ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ പാളിയാണ് എന്ന് പറയുന്നത് മാൻഡിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ സാന്ദ്രത നോക്കൂ. നേരത്തെ നമ്മൾ ക്രസ്റ്റിൻ്റെ സാന്ദ്രത പറഞ്ഞു നോക്കൂ, 2.7 to 2.9 ആണല്ലേ. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ നോക്ക്, അത് 3.9 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സാന്ദ്രത ഇങ്ങോട്ട് പോയപ്പോൾ എന്താണ്? കൂടെയാണല്ലേ. ഉള്ളിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? കൂടുന്നതായിട്ട് കാണാൻ പറ്റുന്നു. അത് കണക്ക് തന്നെ ഭൂമിയുടെ മാൻഡിൽ നിർമ്മിക്കുന്ന പാറകളിൽ ഭൂരിഭാഗവും എന്താണ്? സിലിക്കേറ്റുകളാണ്. അത് മിക്കഭാഗം, ഇത് ഒരു കോമൺ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സിലിക്കേറ്റുകൾ കൊണ്ടാണ് ഭൂരിഭാഗം ഭാഗങ്ങളും എന്ത് ചെയ്തിരിക്കുന്നത്? നിർമ്മിച്ചിരിക്കുന്നത്. മറ്റുള്ള പോയിൻ്റൊക്കെ, ബാക്കിയുള്ള ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇവയിലൊക്കെ എന്താണ്? ഇവയിലെല്ലാം സിലിക്കേറ്റ് കാണപ്പെടുന്നു, സാധാരണയായിട്ട് കാണപ്പെടുന്നു. ഇപ്പോൾ മാൻഡിലിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മാൻഡിലാണ് ഏറ്റവും, ഇവിടെ മെയിനായിട്ട് നോക്കേണ്ട ഏറ്റവും വലിയ ഭാഗമാണ്. സാന്ദ്രത ഉള്ളിലേക്ക് പോകുന്തോറും, അല്ലെങ്കിൽ മാൻഡിലേക്ക് വരുമ്പം, ക്രസ്റ്റിൽ നിന്ന് മാൻഡിലേക്ക്, ഭൂവൽക്കത്തിൽ നിന്ന് മാൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അത്രമാത്രം നിങ്ങളിവിടെ എന്ത് ചെയ്താൽ മതി? അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക. അടുത്ത ഇനി നമ്മൾ ആദ്യം പറഞ്ഞ സ്ലൈഡിലോട്ട് പോവാം. ഇവിടെ നോക്കൂ, ഈ ഒരു ക്രസ്റ്റ് കഴിഞ്ഞ് മാൻഡിലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മാൻഡിലിൻ്റെ കുറച്ച് പാർട്ടിന് 2 പേരുകളാണുള്ളത്. അതായത് മാൻഡിലിനെ നമുക്ക് കുറച്ച് പാർട്ടുകളായിട്ട് തിരിക്കാം. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആ 2 പാർട്ടുകളാണ് ലിത്തോസ്ഫിയറും അതേ കണക്ക് തന്നെ അസ്തനോസ്ഫിയർ. ലിത്തോസ്ഫിയറും അസ്തനോസ്ഫിയറും. അപ്പോൾ എന്താണ് ലിത്തോസ്ഫിയർ, എന്താണ് അസ്തനോസ്ഫിയർ എന്നാണ് നമ്മൾ ഇവിടെ ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു പടത്തു നിന്ന് തന്നെ പഠിക്കാം. അപ്പോൾ ഭൂമി ക്രസ്റ്റ് കഴിഞ്ഞു, മാൻഡിൽ. അപ്പോൾ ഈ മാൻഡിലിനെയാണ് പ്രധാനമായിട്ടും ലിത്തോസ്ഫിയർ എന്നും അസ്തനോസ്ഫിയർ എന്നും തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ലിത്തോസ്ഫിയർ, എന്താണ് അസ്തനോസ്ഫിയർ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ക്രസ്റ്റും, അതായത് ഭൂവൽക്കവും അപ്പർമോസ്റ്റ് മാൻഡിലും കൂടെ ചേർന്നതാണ്. അപ്പർമോസ്റ്റ് മാൻഡിലും കൂടെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗവും ചേർന്നാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ലിത്തോസ്ഫിയറിലാണ് ജീവൻ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ ലിത്തോസ്ഫിയറിലാണ് എന്ന് എന്ത് ചെയ്യുക? കറക്റ്റ് പഠിച്ചു. ക്രസ്റ്റ് നിങ്ങൾ നേരത്തെ പഠിച്ചു. ക്രസ്റ്റും അപ്പർമോസ്റ്റ് മാൻഡിലുമാണ്. ഏതാണ് ആ ഒരു വാക്ക് ശ്രദ്ധിക്കുക. മാൻഡിൽ എന്ന് മാത്രമല്ല, അപ്പർമോസ്റ്റ് മാൻഡിലാണ്. മാൻഡിലിൻ്റെ എല്ലാ ഭാഗവും എന്തല്ല? ലിത്തോസ്ഫിയർ അല്ല. അപ്പർമോസ്റ്റ് മാൻഡിലിനെയാണ് എന്തെന്ന് പറയുന്നത്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നതാണ്. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ക്രസ്റ്റ് ആൻഡ് അപ്പർമോസ്റ്റ് സോളിഡ് മാൻഡിൽ. മാൻഡിലിൻ്റെ ഏറ്റവും അപ്പർമോസ്റ്റ് പാർട്ടാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിന് തൊട്ട് താഴെയുള്ള ഭാഗം കണ്ടോ, ലിത്തോസ്ഫിയർ ഇതാണ്. ഞാൻ ഈ വരയ്ക്കുന്നതാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഈ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഒരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അസ്തനോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെന്താണ്? മോൾട്ടൻ ആണ്.
ഭാഗമാണ്. മോൾട്ടൻ എന്ന് വെച്ചാൽ ദ്രവരൂപത്തിലിരിക്കുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്, അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എവിടെയാണ് ലിത്തോസ്ഫിയർ, എവിടെയാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയർ പൂർണ്ണമായിട്ടും മാൻഡിലാണ്. പക്ഷേ ലിത്തോസ്ഫിയർ പൂർണ്ണമായിട്ടും മാൻഡിലാണോ? അല്ല. ക്രസ്റ്റും അപ്പർ മോസ്റ്റ് മാൻഡിലും കൂടെ ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ സ്ലൈഡിലോട്ട് പോകാം. ഇപ്പോൾ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ മലയാളത്തിൽ എന്തെന്ന് പറയാം, ശിലാമണ്ഡലം എന്ന് പറയാം. ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഇത് ഭൂമിയുടെ ഖരവും ബാഹ്യവുമായ ഭാഗമാണ്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, മാൻഡിലിൻ്റെ അപ്പർ മോസ്റ്റ് പാർട്ടും കൂടെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഏറ്റവും തണുത്തതും ഏറ്റവും ദൃഢവുമായ പാളിയാണ്. എന്തുകൊണ്ടാണ് അത്ര ദൃഢമാവാൻ കാരണം? ക്രസ്റ്റ് കൊണ്ട്, അതേ കണക്ക് തന്നെ അപ്പർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് മാൻഡിലും കൂടെ ചേർന്നാണ്. അപ്പർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് മാൻഡിലും കൂടെ ചേർന്നാണ് എന്തെന്ന് പറയുന്നത്, ഈ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ആണെങ്കിൽ ലിത്തോസ്ഫിയറിൻ്റെ ഏകദേശം ഒരു കനം 100 കിലോമീറ്റർ ആണെന്നും അതിൻ്റെ ബാക്കി ഈ പർവ്വത പ്രദേശങ്ങളിലേക്ക് വരാം, പർവ്വതങ്ങളൊക്കെ ഉള്ള ഏരിയ വരുമ്പോഴത്തേക്ക് ഏകദേശം 300 കിലോമീറ്റർ വരെ പോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, വേറൊന്നുമില്ല. കണക്കിന് സമുദ്ര ഭൂവൽക്കത്തിൽ നിന്ന് 50 കിലോമീറ്ററിൽ താഴെയാണ് ലിത്തോസ്ഫിയറിൻ്റെ ഖനം. അതായത് ഒന്നുമില്ല, ഇതിപ്പം പർവ്വത പ്രദേശമാണെന്ന് വിചാരിക്കുക, ഇവിടെ സമുദ്രം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സമുദ്രത്തിൻ്റെ ആ ഒരു ഭാഗത്ത് എന്തായാലും കനം കുറവായിരിക്കുമല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. അപ്പോൾ അതിനൊരു ഏകദേശം ഒരു 50 കിലോമീറ്റർ വരെയൊക്കെ കനം കാണും. ആ സമയം പർവ്വതങ്ങളുള്ള ഏരിയ ആകുമ്പോഴത്തേക്ക് അത് ഏകദേശം എത്ര വരെ വരാം, 100 to 300 കിലോമീറ്റർ വരെ വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി, അത് കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് കുഴപ്പിക്കുന്ന ഒരു ഏരിയ അല്ല. ഓക്കെ, അടുത്ത ഇനി പറഞ്ഞിരിക്കുന്നത് ലിത്തോസ്ഫിയറിൻ്റെ അകത്ത് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളുണ്ട്. പ്ലേറ്റുകൾ എന്താണെന്നും അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ ഒരു അസ്തനോസ്ഫിയർ ഉണ്ട്. അതേ കണക്ക് മുകളിൽ ലിത്തോസ്ഫിയറും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിത്തോസ്ഫിയറും ലിത്തോസ്ഫിയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഖര രൂപത്തിലുള്ള ഒരു ഏരിയയാണ്. പക്ഷേ അസ്തനോസ്ഫിയറിലേക്ക് വരുമ്പോൾ അതൊരു മോൾട്ടൻ സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു, അർദ്ധദ്രവാവസ്ഥയാണ് അല്ലേ. അവിടെ അടിയിൽ വെള്ളമാണ്. ഇപ്പോൾ നിങ്ങളൊരു വെള്ളത്തിൻ്റെ അകത്തൊരു ബോൾ എടുത്തിട്ട് ബോൾ അതിൻ്റെ മണ്ടയിൽ കൂടെ ഉരുണ്ട് കളിക്കും അല്ലേ. അതേ കണക്ക് തന്നെയാണ് ഇവിടെയും. ലിത്തോസ്ഫിയർ അസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ ഇങ്ങനെ നീങ്ങി കളിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? അസ്തനോസ്ഫിയർ സോളിഡ് അല്ല, ഒരു ദ്രവരൂപത്തിലുള്ള ഒരു മോൾട്ടൺ സ്റ്റേറ്റിലുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ടെക്ടോണിക് രൂപഭേദങ്ങൾ, അതായത് പലതരത്തിലുള്ള പർവ്വതങ്ങൾ രൂപപ്പെടാനും നമ്മളിത് കൂടുതലായിട്ട് പിന്നെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. എന്തായാലും പല ഭൂമിയിലുണ്ടാകുന്ന പല പ്രതിഭാസങ്ങൾക്കും കാരണമാകും. അതെന്തൊക്കെയാണ് നമ്മൾ നല്ല അടുത്ത തൊട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക, ഈ പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ് കാരണം, പ്ലേറ്റുകൾ മൂവ് ചെയ്യുന്നത്, ലിത്തോസ്ഫിയർ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ടെക്ടോണിക് രൂപഭേദങ്ങൾ ഉണ്ടാവുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ക്ലാസ്സുകളിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഈ ഒരു അസ്തനോസ്ഫിയറും ലിത്തോസ്ഫിയറിൻ്റെയും പ്രത്യേകത, ഒന്ന് ഖരമാണ്, ഒന്ന് മോൾട്ടൺ സ്റ്റേറ്റിലുള്ളൊരു ഏരിയ ആണ് എന്നൊന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, അടുത്ത ഇനി എന്താണ് അസ്തനോസ്ഫിയർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും ചൂട് കൂടി വരികയാണ് അല്ലേ. ചൂട് കൂടി വരുമ്പോഴത്തേക്ക് അവിടെ മോൾട്ടൺ അല്ലെങ്കിൽ അത് ദ്രാവകാവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഏറ്റവും വളരെ ചൂട് കൂടിയൊരു ഏരിയയാണ്. അത് കണക്ക് തന്നെ ഭയങ്കര മൃദുവായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ അർദ്ധ വിസ്കസ് ഈ മേഖലയാണ്. അർദ്ധ വിസ്കസ് എന്ന് വെച്ചാൽ വിസ്കോസിറ്റി എന്താണെന്ന് അറിയാമല്ലോ. വിസ്കോസിറ്റി അർദ്ധമാണ്, അല്ലെങ്കിൽ അത്ര പൂർണ്ണമായിട്ട് വിസ്കസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു സെമി രീതിയിലുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ദ്രാവക അവസ്ഥയിലാണ് ഈ ഒരു ആസ്തനോസ്ഫിയർ കാണപ്പെടുന്നതെന്ന് പറയുന്നത്. ആസ്തനോസ്ഫിയർ ഒരു ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സെമി മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ് ആയിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും
സോളിഡ് അല്ല എന്നറിഞ്ഞു വയ്ക്കുക. ഓക്കെ, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഭൂകമ്പ തരംഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ലിത്തോസ്ഫിറിക് പ്ലേറ്റുകൾ ഇതിൻ്റെ മണ്ടയിൽ കിടന്ന് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു പ്രതിഭാസം എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഏകദേശ കനമെന്ന് പറയുന്നത് 180 മുതൽ 220 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് ശരാശരി കനമെന്ന് പറയുന്നത്. കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതാ ഇവിടെ കിടക്കുകയാണ്. ഈ മേഖലയിൽ ലിത്തോസ്ഫിറിക് പ്ലേറ്റിനെ പൊങ്ങിക്കിടക്കാനും അതിന് മുകളിലൂടെ നീങ്ങാനും അനുവദിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു ലിത്തോസ്ഫിറിക് പ്ലേറ്റ് മൂവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ മൂവ് ചെയ്യാൻ കാരണം, എന്താണ് അതിന് മൂവ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത്, അസ്തനോസ്ഫിയർ എന്താണ് അർദ്ധദ്രാവക അവസ്ഥയിലായി കാണപ്പെടുന്നത് കൊണ്ടാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ ഇതിൻ്റെ മണ്ടയിൽ പൊങ്ങിക്കിടക്കുന്നതും അതിൻ്റെ മണ്ടയിലൂടെ തെന്നി നീങ്ങുന്നതും. ആ തെന്നി നീങ്ങുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടെക്ടോണിക് പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്, പലതരത്തിലുള്ള രൂപഭേദങ്ങൾ എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. ഇനി അതിൻ്റെ ആ ഏകദേശ ആഴം 100 കിലോമീറ്റർ മുതൽ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഏകദേശം 350 മുതൽ 650 വരെ ആഴത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. ഇവിടെ അറിഞ്ഞു വയ്ക്കേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും അവസ്ഥകളാണ്. ഒന്നെന്താണ്, ഖരാവസ്ഥയിലും മറ്റത് അർദ്ധ ദ്രാവകാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. അത് മനസ്സിലാക്കുക. പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അതെന്താണെന്ന് വിശദമായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അസ്തനോസ്ഫിയർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഏറ്റവും ഇന്നർമോസ്റ്റ് പാർട്ട് എന്താണ്, കാമ്പ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം, കോർ എന്ന് പറയാം. ഓക്കെ, കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയാം. നമുക്ക് പടത്തിലോട്ട് പോവാം. നോക്ക്, അപ്പോൾ മാൻഡിൽ ഇതാ ഇത്രയും ഭാഗമാണ് മാൻഡിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി മാൻഡിൽ കഴിഞ്ഞ് ഇന്നർമോസ്റ്റ് പാർട്ട്, ഏറ്റവും ഇന്നർമോസ്റ്റ് പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കോർ എന്ന് പറയുന്നു. കോർ അല്ലെങ്കിൽ കാമ്പ് എന്ന് പറയും. അപ്പോൾ നോക്കൂ, ഈ കാമ്പിനെയും പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഇന്നർ കോറും ഔട്ടർ കോറും. ഇന്നർ കോറെന്നും ഔട്ടർ കോറെന്നും പറയും. അകക്കാമ്പും പുറക്കാമ്പും. അകക്കാമ്പും പുറക്കാമ്പും എന്നിങ്ങനെ രണ്ടായിട്ടാണ് കോറിനെ തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി കോറിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പോൾ കോറെന്ന് പറയുന്ന, കാമ്പെന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹത്തിൽ വളരെ ചൂടുള്ളതും സാന്ദ്രവുമായ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, കാമ്പെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ബേസിക് പറഞ്ഞ കണക്ക് ഉള്ളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഡെൻസിറ്റിയും എന്ത് ചെയ്യും, സാന്ദ്രതയും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോഴത്തേക്ക് ഏറ്റവും ഉള്ളിലുള്ള ഭാഗമല്ലേ ഈ കാമ്പെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചൂട് കൂടിയ ഭാഗവും ഏറ്റവും സാന്ദ്രമായിട്ടുള്ള ഭാഗവും ഏത് തന്നെയായിരിക്കും, ഈ ഒരു കാമ്പ് തന്നെയായിരിക്കും. അത് മനസ്സിലാക്കി വയ്ക്കുക. പിണ്ഡത്തിൻ്റെ ഏകദേശം 33%. അതേ കണക്ക് തന്നെ ഭൂമിയുടെ ടോട്ടൽ അളവിൻ്റെ ഏകദേശം 15 മുതൽ 16% വരെ മാത്രമേ എന്തുള്ളൂ, കാമ്പുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇനി നേരത്തെ നമ്മൾ കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും സമുദ്ര ഭൂവൽക്കവും വൻകര ഭൂവൽക്കവും പഠിച്ചപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു അവ നിർമ്മിതമായിരിക്കുന്നത് സിമയും സിയാലും കൊണ്ടാണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. സിമ എന്ന് വെച്ചാൽ എന്താണ്, സമുദ്ര ഭൂവൽക്കം അല്ലെങ്കിൽ ഓഷ്യാനിക് ക്രസ്റ്റിൻ്റെയും സിയാൽ എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് അല്ലെങ്കിൽ വൻകര ഭൂവൽക്കത്തിൻ്റെയും ഭാഗമാണെന്ന് പറഞ്ഞു. അതേ കണക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഇവ നിർമ്മിച്ചിരിക്കുന്നത് അയൺ കൊണ്ടും നിക്കൽ കൊണ്ടുമാണ്. അയൺ കൊണ്ട്, ഇരുമ്പ് കൊണ്ടും നിക്കൽ കൊണ്ടുമാണ് എന്ത്, കോർ അല്ലെങ്കിൽ കാമ്പ് എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ എന്തെന്നാണ് അറിയപ്പെടുന്നത്, നിഫെ എന്നാണ് അറിയപ്പെടുന്നത്. നിഫെ പാളി എന്നാണ് ഏതിനെ അറിയപ്പെടുന്നത്, കാമ്പിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നിഫെ പാളി എന്നറിയപ്പെടുന്ന ഏതാണ്, സിമ എന്നറിയപ്പെടുന്ന ഏതാണ്, സിയാൽ എന്നറിയപ്പെടുന്ന ഏതാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കേണ്ടതുണ്ട്. ഓക്കെ, അത് കണക്ക് തന്നെ അടുത്ത പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഭൂമിയുടെ കാമ്പിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത്. ഇരുമ്പിൽ ലയിക്കുന്ന മൂലകങ്ങളായ സൈഡ്രോഫൈലുകൾ ഇവിടെ എന്ത് ചെയ്യുന്നു, നല്ലോണം കാണപ്പെടുന്നു. അതായത് സ്വർണം, പ്ലാറ്റിനം, കൊബാൾട്ട് മുതലായവ കാമ്പിൽ കാണപ്പെടുന്നു. അത്രയും ഭാഗത്ത് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു. കാരണം ഇവിടെ എന്താണ്, അയണല്ലേ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണം, പ്ലാറ്റിനം, കൊബാൾട്ട് മുതലായവ കാമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നിന്ന് ചോദ്യം വരാം, ഭൂമിയുടെ
ഏത് പാർട്ടിലാണ് സൾഫറിൻ്റെ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളത്? സൾഫറിൻ്റെ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള ഏരിയ ഏതാണെന്ന് ചോദിക്കാം. സൾഫർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? കാമ്പിലാണ്. ഇത് പഠിച്ചു വയ്ക്കുക. ഏകദേശം 90% എന്ത് ചെയ്യുന്നത്? കാമ്പിൽ എന്തുള്ളത്? സൾഫർ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭൂമിയുടെ പാളികളെ പറ്റിയാണ്. ഭൂമിയുടെ ഏത് പാളികളെ പറ്റി? കോറിൻ്റെ 2 പാളികളെ പറ്റിയാണ് ഇനി നമ്മൾ കൂടുതൽ നോക്കാൻ പോകുന്നത്. കോറിനെ 2ആയിട്ടാണ് തിരിക്കുന്നത്, പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും. ഇന്നർ കോറെന്നും ഔട്ടർ കോറെന്നും 2ആയിട്ട് തിരിക്കുന്നു. അവയുടെ ഓരോന്നിൻ്റെയും സവിശേഷത നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം 2200 കിലോമീറ്ററിന് അകത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? പുറക്കാമ്പ് കാണപ്പെടുന്നത്. കട്ടിയുള്ള പുറക്കാമ്പ് ഉരുകിയ ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കുക. പുറക്കാമ്പ് ഏതിലാണ് കാണപ്പെടുന്നത്? ഉരുകിയ ദ്രവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അത് പഠിക്കാൻ കാരണം എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് ഇന്നർ കോറും കൂടെ പഠിക്കുമ്പോൾ നമ്മൾ പറയും. ഇത് ഇരുമ്പ് നിക്കൽ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വേറെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ കാമ്പിൻ്റെ ഏറ്റവും ചൂടേറിയ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്. ഏറ്റവും ചൂടേറിയ ഭാഗമാണ് പുറക്കാമ്പ്. പഠിച്ചു വയ്ക്കുക. ഈ പറയുന്ന പോയിന്റുകൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. സൂര്യൻ്റെ ഉപരിതലം പോലെ ഭയങ്കര ചൂടുള്ളതാണ്. ഏകദേശം 6000 ഡിഗ്രി സെൽഷ്യസ് വരെ എന്തുണ്ട്? ചൂടുണ്ട്. സൂര്യനിലെ താപനില എത്രയാണ്? സൂര്യനിൽ താപനില എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ്. അപ്പോൾ ഏകദേശം 6000 എന്നാണ് ഇവിടെ പറയുന്നത്. ഏകദേശം ഒരു 6000 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് എവിടെ അനുഭവപ്പെടുന്നു? ഭൂമിയുടെ പുറക്കാമ്പിൽ അനുഭവപ്പെടുന്നുണ്ട്. ഭൂമിയുടെ പുറക്കാമ്പിന് എന്താണുള്ളത്? ദ്രാവക വിസ്കോസിറ്റി കുറവാണ്. എന്ന് വെച്ചാൽ വിസ്കോസിറ്റി കുറവാണ്. വിസ്കോസിറ്റി കുറയുമ്പോൾ എന്താ പ്രത്യേകത? വിസ്കോസിറ്റി കുറയുമ്പോഴത്തേക്ക് അതൊരു നമ്മളെ വെള്ളം പോലെ അത്രയും ലൂസായിട്ടുള്ളതായിട്ട് മാറും. അല്ലെങ്കിൽ അവയ്ക്ക് തമ്മിൽ പരസ്പര കണങ്ങൾ തമ്മിലുള്ള ആകർഷണം വളരെ കുറവായിരിക്കും. അപ്പോഴേ ഇങ്ങനെ പിടിച്ചു നിർത്തത്തില്ല. അപ്പോൾ ഭയങ്കര ലൂസായിരിക്കും. അത് മനസ്സിലായല്ലോ. വിസ്കോസിറ്റി എന്താണെന്ന് അറിയാലോ. വിസ്കോസിറ്റി എന്ന് പറയുന്ന കണങ്ങൾ തമ്മിലുള്ള ആ ഒരു ആകർഷണം എന്താണ്? ഭയങ്കര കുറവാണ്. അപ്പോഴത്തേക്ക് അവയ്ക്ക് ലൂസായിട്ട് പെട്ടെന്ന് ഒഴുകി പോകാനൊക്കെ പറ്റും. തേനെന്ന് പറയുന്നത് എന്താണ്? തേനെന്ന് പറയുന്ന ഹൈലി വിസ്കസ് ആയിട്ടുള്ളൊരു ദ്രാവകമാണല്ലേ. ഭയങ്കര വിസ്കസ് ആണ്. അതിന് കാരണം എന്താ? അത് പെട്ടെന്ന് ഒഴുകി പോവില്ല. അതേസമയം വാട്ടർ എന്താണ്? ജലം എന്താണ്? വിസ്കോസിറ്റി കുറഞ്ഞൊരു ഇതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും തമ്മിൽ ആകർഷണം എന്താണ്? കുറവാണ്. അപ്പോൾ ഇവിടെ എന്താണ്? വിസ്കോസിറ്റി കുറവാണ്. അപ്പോൾ ദ്രാവകാവസ്ഥയിലാണ്, ഒരു ഉരുകിയ ദ്രാവകാവസ്ഥയിലാണ് പുറക്കാമ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയുടെ കാന്തിക ക്ഷേത്രം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു ഏരിയയിലാണ്. കാരണം ഇവിടെ അയണൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭൂമിയുടെ കാന്തിക ക്ഷേത്രം ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ട. കാന്തിക ക്ഷേത്രം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഔട്ടർ കോർ എന്ന് പറയുന്നത് എന്താണ്? ഏകദേശം 2200 കിലോമീറ്ററാണ് അതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. മോൾട്ടൺ സ്റ്റേറ്റിലാണ്. അത് കണക്ക് തന്നെ ഏകദേശം 6000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിൻ്റെ താപനില എന്ന് പറയുന്നത്. ഏറ്റവും ഹോട്ടസ്റ്റ് പാർട്ടാണ്. അത് കണക്ക് തന്നെ ലോ വിസ്കോസിറ്റിയാണ് ഉള്ളത് എന്നും മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഇനി അകക്കാമ്പ് ഏറ്റവും ഉൾഭാഗത്തെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അത് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു ഭൂമിയുടെ റേഡിയസ് എന്ന് പറയുന്നത് ഏകദേശം 6371 ഏകദേശം അത്രയും ഉൾഭാഗം വരെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. 5150 കിലോമീറ്റർ മുതൽ 6370 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഒരു ഡെപ്ത് എന്ന് പറയുന്ന. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞു. ഇത് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. പുറക്കാമ്പ് എന്താണ്? അർദ്ധ ദ്രാവകാവസ്ഥയിലാണല്ലേ. ഇവിടെ നോക്കൂ. ആന്തരിക കാമ്പ് അല്ലെങ്കിൽ അകക്കാമ്പെന്ന് പറയുന്നത് താപനില ഇരുമ്പിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കൂടുതലാണെങ്കിലും എന്താണ്? ആന്തരിക കാമ്പ് എന്താണ്? ഖരമാണ്. എന്താവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? പുറക്കാമ്പ് എന്താണ്? ഉരുകിയ ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് എന്താണ്? ഖരമാണ്, ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അകക്കാമ്പ് ഇങ്ങനെ ഒരു ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞായിരുന്നു, ഉള്ളിലേക്ക് പോകുന്തോറും എന്താണ്? സാന്ദ്രത കൂടെയാണ് അല്ലേ. സാന്ദ്രത എന്ത് ചെയ്യുന്നു? ഉള്ളിലേക്ക് പോകുന്തോറും കൂടുന്നു. അപ്പോൾ അത്രയും സാന്ദ്രതയും മർദ്ദവും ഉള്ളത് കൊണ്ടാണ് ഇത്രയും ചൂടുണ്ടായിട്ടും ആന്തരിക കാമ്പ് അല്ലെങ്കിൽ അകക്കാമ്പ് എന്ത് ചെയ്തിരിക്കുന്നത്?
ഖരാവസ്ഥയിൽ കാണപ്പെടുന്നത്. ഫുള്ളിലേക്ക് പോകുന്നതോടെ നമ്മൾ പറഞ്ഞു ഒരു ലിത്തോസ്ഫിയറിൽ നിന്ന് അസ്തനോസ്ഫിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ദ്രാവകാവസ്ഥയിലേക്ക് വരുന്നു. ഉള്ളിലേക്ക് പോകുന്നതോറും ചൂട് കൂടുന്നു, സാന്ദ്രത കൂടുന്നു. പക്ഷെ ചൂട് കൂടുന്നതിനനുസരിച്ച് നമ്മൾ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് ദ്രാവകാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്നർ കോർ അല്ലെങ്കിൽ അകക്കാമ്പ് എന്താണ്, സോളിഡ് സ്റ്റേറ്റിലാണ്, ഖരാവസ്ഥയിലാണ്. അതിന് കാരണം എന്താണ്? സാന്ദ്രതയും മർദ്ദവും കൂടുന്നതാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചറും ഡെൻസിറ്റിയും കൂടുന്നതാണ് അകക്കാമ്പ് എന്താവാൻ കാരണം, ഖരാവസ്ഥയിലാവാൻ കാരണം. ഇനി ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയട്ടോ. ഇത് ഇന്നർ കോറ്, ഇത് ഔട്ടർ കോറ്. ഓക്കെ, ഔട്ടർ കോർ എന്തവസ്ഥയിലാണെന്ന് പറഞ്ഞു? ഔട്ടർ കോറ് ദ്രാവകാവസ്ഥയിലും ഇന്നർ കോറ് ഖരാവസ്ഥയിലുമാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്ക്, ഇതൊരു വെള്ളത്തിൻ്റെ അകത്തൊരു ബോൾ കിടക്കുന്ന പോലത്തെ ഒരവസ്ഥയിൽ. അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യും? തെന്നി നീങ്ങി കറങ്ങും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് എന്തുണ്ടാകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അത് നമ്മൾ ഇപ്പം നമുക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയണ്ട. ഇത്ര മാത്രം പഠിച്ചു വയ്ക്കുക. അകക്കാമ്പ് സോളിഡ് സ്റ്റേറ്റിലും പുറക്കാമ്പ് എന്തിലുമാണ്? ദ്രാവകാവസ്ഥയിലുമാണ് എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അത് കണക്ക് തന്നെ അകക്കാമ്പ് എന്ത് ചെയ്യും? കിഴക്കോട്ട് കറങ്ങുന്നു. ഭൂമിയുടെ മറ്റ് ഭാഗത്തേക്കാൾ അല്പം വേഗത്തിലാണ്. അതായത് ഭൂമി കറങ്ങുന്നത് എങ്ങോട്ടാണ് കറങ്ങുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതേ ദിശയിൽ തന്നെയാണ് ഏതും കറങ്ങുന്നത്? അകക്കാമ്പും കറങ്ങുന്നത്. അകക്കാമ്പ് കറങ്ങാൻ കാരണം എന്താണ്? പുറക്കാമ്പ് എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ അർദ്ധദ്രാവകാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു ബോൾ കിടക്കുന്ന പോലെ ഇതെന്ത് ചെയ്യാം? കറങ്ങാം. അപ്പോഴാ ഒരു കറങ്ങുന്നത് എങ്ങോട്ടാണ്? കിഴക്കോട്ടാണ്. ആ കിഴക്കോട്ട് കറങ്ങുന്നത് എന്താണ്? ഭൂമിയുടെ ആ ഒരു കറക്കത്തിനേക്കാളും കൂടുതൽ സ്പീഡിലാണ്, വേഗത്തിലാണ് എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ബാക്കിയുള്ള ജസ്റ്റ് കാര്യങ്ങൾ ഭൂമി തണുക്കുന്നതിനനുസരിച്ച് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? തണുത്ത് വരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ തണുക്കുന്നതിനനുസരിച്ച് തന്നെ ഈ ഭാഗം എന്ത് ചെയ്യുന്നു? കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നർ കോറിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഏകദേശം 5150 മുതൽ 6370 കിലോമീറ്റർ വരെ ഏറ്റവും ഇന്നർ മോസ്റ്റ് പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ഇന്നർ കോർ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു സോളിഡ് കോറാണ്, സോളിഡ് ഭാഗമാണ്. എന്തുകൊണ്ടാണ് സോളിഡ് ആവാൻ കാരണം? ഹൈ പ്രഷറും ഹൈ ഡെൻസിറ്റിയും ആണ്. അതേ കണക്ക് തന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്റ് വേർഡ് ഡയറക്ഷനിൽ ഭൂമിയുടെ അതേ ഭ്രമണത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. കറങ്ങാൻ കാരണം എന്താണ്? ഇന്നർ കോറ് ഖരാവസ്ഥയിലും ഔട്ടർ കോറ് ദ്രാവകാവസ്ഥയിലുമാണ്. ഇവിടെ ഒരു ബോൾ കണക്ക് എന്ത് ചെയ്യും? ഇത് അതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങും. അത് ഏകദേശം ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത്തിനേക്കാൾ കൂടുതലായിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് കണക്ക് തന്നെ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഇത് ഭയങ്കരമായിട്ട് സോളിഡിഫൈ ചെയ്യുന്നുണ്ട് എന്നും മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഭൂമിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ക്രസ്റ്റ് തന്നെ 2 തരത്തിലുണ്ട്. ഓഷ്യൻ ക്രസ്റ്റും കോണ്ടിനെൻ്റൽ ക്രസ്റ്റും. അതേ കണക്ക് തന്നെ മാൻഡിലിന് ലിത്തോസ്ഫിയറും ഉണ്ട്, ആസ്തനോസ്ഫിയറും ഉണ്ട്. കണക്ക് കോറ് ഇന്നറും ഉണ്ട്, ഔട്ടറും ഉണ്ട്. ഇത്രയും ഭാഗങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഇപ്പോൾ ഓരോ ഭാഗം കഴിയുന്നതിനനുസരിച്ച് ഒരു ഭാഗം കഴിഞ്ഞു, നെക്സ്റ്റ് ഭാഗം തുടങ്ങുന്നു, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോഴവിടെ എന്തുണ്ടാവാറുണ്ട്? ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങൾ കഴിയുന്നതിനനുസരിച്ച് എന്തുണ്ടാവാറുണ്ട്? ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാറുണ്ട്. ആ ഡിസ്കണ്ടിന്യൂറ്റിയെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് ക്രസ്റ്റ്, മാൻഡിൽ, കോർ ഇങ്ങനെയല്ലേ പോകുന്നത്. അതിൽ കോറിന് തന്നെ 2 പാർട്ടുണ്ടല്ലേ, ഇന്നറും ഔട്ടറും. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലാവും. അത് കണക്ക് തന്നെ ക്രസ്റ്റിന് നമുക്ക് എന്തെന്ന് തിരിക്കാം? അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും, അതായത് മുകൾ ഭാഗവും താഴ്ഭാഗവും. ഇത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ വന്നത്. അപ്പർ ക്രസ്റ്റിനെയും ലോവർ ക്രസ്റ്റിനെയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ 2 പാർട്ടുകൾ തമ്മിലുണ്ടാകുന്ന വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ആ ഒരു ഭാഗത്തെ, ആ ഒരു പാർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന അപ്പർ ക്രസ്റ്റിനും ലോവർ ക്രസ്റ്റിനും ഇടയിലുള്ള ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി എന്തെന്നാണ് പറയുന്നത്? കൊർണാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. കൊൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. അതേ കണക്ക് തന്നെ
ക്രസ്റ്റിനും മാൻഡിലിനും ഇടയിൽ എന്താണ്ട് ക്രസ്റ്റിനും മാൻഡിലും അപ്പോൾ അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റിനും ഇടയിൽ കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അതിനുശേഷം ക്രസ്റ്റിനും മാൻഡിലിനും ഇടയിലുള്ളതിനെ എന്തെന്ന് പറയും? മൊഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ക്രസ്റ്റിനും മാൻഡിലിനും ഇടയിലുള്ളതിനെ എന്തെന്നാണ് പറയുന്നത്? മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അടുത്ത മാൻഡിലിനെ ഇത് കണക്ക് അപ്പർ മാൻഡിലെന്നും ലോവർ മാൻഡിലെന്നും തിരിക്കും. ആ അപ്പർ മാൻഡിലിനും ലോവർ മാൻഡിലിനും ഇടയിലുള്ളത് അപ്പർ മാൻഡിലിനും ലോവർ മാൻഡിലിനും ഇടയിലുള്ള ആ ഭാഗത്തെ എന്തെന്ന് പറയും? റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി. എന്തെന്നാണ് പറയുന്നത്? റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അടുത്ത ഇനി മാൻഡിലിനും കോറിനും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി എന്തെന്ന് പറയും? ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അതേ കണക്ക് തന്നെ ഏറ്റവും ഉൾഭാഗം ഏതാണ്? കോറിനെ രണ്ടായിട്ട് തിരിക്കുമെന്ന് പറഞ്ഞില്ലേ? ഇന്നർ കോറും ഔട്ടർ കോറും. അപ്പോൾ ഔട്ടർ കോറിനും ഇന്നർ കോറിനും ഇടയിലുള്ള ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി എന്തെന്ന് പറയും? ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അപ്പോൾ ഏതൊക്കെയാണ്? അപ്പർ ക്രസ്റ്റിനും ലോവർ ക്രസ്റ്റിനും ഇടയിലുള്ളത് കൊണറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. അടുത്ത ക്രസ്റ്റിനും മാൻഡിലും, ക്രസ്റ്റ് കഴിഞ്ഞാൽ മാൻഡിലല്ലേ, അപ്പോൾ ക്രസ്റ്റിനും മാൻഡിലിനും ഇടയിലുള്ള ആ ഡിസ്കണ്ടിന്യൂറ്റിയെ മൊഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അതിനുശേഷം മാൻഡിൽ കഴിഞ്ഞു. അപ്പോൾ ഇനി ആ മാൻഡിലിൻ്റെ പാർട്ടിനെ രണ്ടായിട്ടിരിക്കും, അപ്പർ മാൻഡിലെന്നും ലോവർ മാൻഡിലെന്നും. അപ്പർ മാൻഡിലിനെയും ലോവർ മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്നത് റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി. അതിനുശേഷം മാൻഡിലിൻ്റെ ആ ഭാഗങ്ങൾ കഴിഞ്ഞു. മാൻഡിൽ കഴിഞ്ഞാൽ കോറാണ്. അപ്പോൾ മാൻഡിലിനും കോറിനും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അത് കണക്ക് തന്നെ പിന്നെ ഉള്ളത് കോറാണ്. കോറ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്, ഇന്നർ കോറും ഔട്ടർ കോറും. അപ്പോഴത്തേക്ക് ഇന്നർ കോറിനും ഔട്ടർ കോറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഡിസ്കണ്ടിന്യൂറ്റിയെ ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്നും പറയും. ഓക്കെ, അപ്പോഴിത് പഠിക്കാൻ നിങ്ങൾക്ക് ആ ഒരു ക്രസ്റ്റ് ടു കോറെന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഓർഡർ അറിയാമെങ്കിൽ ഇത് പഠിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. അത് നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാം. CM ഓഫ് രാജസ്ഥാൻ ഗുട്ടൻബർഗ് ലേമാൻ എന്ന് പഠിച്ചു വെച്ചാൽ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. CM ഓഫ് രാജസ്ഥാൻ ഗുട്ടൻബർഗ് ലേമാൻ. C മീൻസ് കൊണറാഡ് ഡിസ്കണ്ടിന്യൂറ്റി, M മോഹോ, അത് കണക്ക് തന്നെ 6 റെപ്പറ്റി, ഗുട്ടൻ ലേമാൻ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഗുട്ടൻ ലേമാൻ എന്നൊരു പേരായിട്ടുമല്ലോ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. C എന്ന് വെച്ചാൽ വേറെ ഡിസ്കണ്ടിന്യൂറ്റി എന്നും പറഞ്ഞൊന്നും ചോദിക്കത്തില്ല. ഇവ 4 തന്നിട്ട് അത് ഏതെന്നൊക്കെ ചോദിക്കൂ. ഇന്ന പാർട്ടുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്കണ്ടിന്യൂറ്റി ഏത്, അങ്ങനെയൊക്കെ ചോദിക്കൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു എർത്തിൻ്റെ പാർട്ടുകൾ കറക്റ്റ് ഓർഡറിൽ അറിയാമെങ്കിൽ ഇത് എളുപ്പമാണ്. ഈ ഒരു CM ഓഫ് രാജസ്ഥാൻ ഗുട്ടൻ ലേമാൻ എന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. C മീൻസ് കൊണറാഡ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അതേസമയം M മീൻസ് എന്താണ്? മോഹോ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അതേസമയം 6 രാജസ്ഥാൻ്റെ 6 എന്ന് പറയുന്ന റെപ്പറ്റി ഗുട്ടൻ ലേമാൻ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഗുട്ടൻ ലേമാൻ എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്നും ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്നും കിട്ടും. ഈ ഒരു ഓർഡർ അറിഞ്ഞാൽ മതി. ക്രസ്റ്റിനെ തന്നെ രണ്ടായിട്ട് തിരിക്കുന്നു, അപ്പർ ക്രസ്റ്റ് ലോവർ ക്രസ്റ്റ് എന്ന് തിരിക്കുന്നു. അതിനുശേഷം ക്രസ്റ്റ് കഴിഞ്ഞാൽ എന്താണ്? മാൻഡിലാണ്. മാൻഡിലിനെ അപ്പർ മാൻഡിലെന്നും ലോവർ മാൻഡിലെന്നും തിരിക്കുന്നു. അതിനൊക്കെ തന്നെ കോറുണ്ട്, കോറിനെയും ഇന്നർ കോറെന്നും ഔട്ടർ കോറെന്നും തിരിക്കുന്നു. ഇനി അതിൻ്റെ കറക്റ്റ് ഓർഡറിനനുസരിച്ച് പറഞ്ഞു നോക്ക്. എങ്ങനെയാണ്? അപ്പർ ക്രസ്റ്റിനെയും ലോവർ ക്രസ്റ്റിനെയും തമ്മിൽ വേർതിരിക്കുന്നത് CM ഓഫ് രാജസ്ഥാൻ ഗുട്ടൻ ലേമാൻ. അങ്ങനെ പഠിച്ചു വെച്ചാൽ C മീൻസ് എന്താണ്? കൊണറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ക്രസ്റ്റ് കഴിഞ്ഞു. ഇനി ക്രസ്റ്റ് കഴിഞ്ഞാൽ മാൻഡിലോട്ട് പോകണം. അപ്പോൾ മാൻഡിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ 2 ഇതാണ്. അപ്പോൾ അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരും. ക്രസ്റ്റിനും മാൻഡിലിനും ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി CM. M മീൻസ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. അത് കഴിഞ്ഞിട്ട് M കഴിഞ്ഞു. അപ്പോൾ മാൻഡിൽ കഴിഞ്ഞേ. അപ്പോൾ ആ മാൻഡിലിൻ്റെ അവിടം വരെ കഴിഞ്ഞേ. അപ്പോൾ മാൻഡിലിന് 2 പാർട്ടുണ്ടല്ലോ. അപ്പോൾ ആ 2 പാർട്ട് ഏതൊക്കെയാണ്? അപ്പർ മാൻഡിലെന്നും ലോവർ മാൻഡിലെന്നും പറയും. അപ്പോൾ അപ്പർ മാൻഡിലിനും ലോവർ മാൻഡിലിനും ഇടയിൽ CM ഓഫ് രാജസ്ഥാൻ 6 റെപ്പറ്റി, അങ്ങനെ അത് കിട്ടും. അപ്പോൾ മാൻഡിൽ പൂർണ്ണമായിട്ട് കഴിഞ്ഞു. ഇനി മാൻഡിൽ കഴിഞ്ഞാൽ കോറിലോട്ട് പോകും. അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരും. അപ്പോൾ മാൻഡിലിനും കോറിനും ഇടയിൽ ഏതാണ്? ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. അത് കഴിഞ്ഞിട്ട് മാൻഡിൽ പൂർണ്ണമായിട്ട് കഴിഞ്ഞു, കോറ് തുടങ്ങി. അപ്പോൾ കോറിൻ്റെ അകത്ത് 2 ഭാഗങ്ങളാണുള്ളത്, ഔട്ടർ കോറും ഇന്നർ കോറും. അവയുടെ ഇടയിലെ ഡിസ്കണ്ടിന്യൂറ്റി ഏതാണ്? ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോഴത്തേക്ക് ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. ചിലപ്പം ഇനി അങ്ങോട്ടുള്ള ഡിഗ്രി പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. ഇതെന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക്കുകളെന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു PYQ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇതിൻ്റെ ഉത്തരം
കമൻറ്റ് ബോക്സിൽ പറയുക. നോക്ക്, ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയുന്നതുമായ മേഖലയാണ് കാമ്പ്. അപ്പോൾ ഇവിടെ എന്താണ് കാമ്പിനെ പറ്റിയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുക, വായിച്ചു നോക്കുക. ആവരണം പ്രധാനമായും ഇരുമ്പും നിക്കലും കൊണ്ടാണ്. കണ്ടോ, നമ്മൾ പറഞ്ഞ പോയിന്റുകൾ വരുന്നുണ്ടല്ലോ, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അടുത്ത നോക്ക്, മൊഹറോവിക് എന്താണ് വിരാമം. വിരാമം മീൻസ് അവിടെ ഉദ്ദേശിക്കുന്നത് മോഹോ ഡിസ്കണ്ടിന്യൂറ്റിയാണ്. മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് അതിനെ പറയും. അപ്പോൾ മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എവിടെയൊക്കെ തമ്മിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് നിങ്ങൾ നോക്കുക. അത് കണക്ക് തന്നെ പുറംതോടിൻ്റെ ശരാശരി സാന്ദ്രത 12.3 ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, പറയുക. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ഓവറോൾ ഒരു ഐഡിയ കിട്ടിക്കാണും. എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ഷമിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഭൂമിയുടെ ആന്തരിക ഘടനയെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണിത്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ട്, ഇതിൻ്റെ നോട്ട്സൊക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതായിരിക്കും. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലിൽ കൂടുതൽ ആളിലേക്ക് നിങ്ങൾ എത്തിക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.